ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് സ്വദേശി ഡി മണിക്ക് പങ്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചു. വിദേശ വ്യവസായിയുടെയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 മണിക്കൂറോളം നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഇയാൾക്ക് കേസിൽ നേരിട്ട് പങ്കില്ലെന്ന നിഗമനത്തിൽ SIT എത്തിയത്. ശബരിമലയിൽ താൻ സാധാരണ ഭക്തനായി ദർശനത്തിന് എത്താറുണ്ടെന്നും എന്നാൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയോ ദേവസ്വം ഉദ്യോഗസ്ഥരെയോ അറിയില്ലെന്നും മണി മൊഴി നൽകി. തിരുവനന്തപുരത്ത് സ്വകാര്യ ആവശ്യങ്ങൾക്കായി വന്നിട്ടുണ്ടെങ്കിലും വിഗ്രഹക്കടത്തുമായി തനിക്ക് ബന്ധമില്ലെന്ന് ഇയാൾ അവകാശപ്പെട്ടു. ഡി മണിയുടെ കൂട്ടാളി വിരുദുനഗർ സ്വദേശി ശ്രീകൃഷ്ണൻ നേരത്തെ ഇറിഡിയം തട്ടിപ്പ് കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ശബരിമല കൂടാതെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കണ്ണുവച്ച അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘം കേരളത്തിൽ നിന്ന് 1000 കോടി രൂപയുടെ കൊള്ളയാണ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിഗ്രഹക്കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ശൃംഖലയുമായി ഈ സംഘത്തിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്താണ് ശബരിമലയിൽ നടന്നതെന്നാണ് വിദേശ വ്യവസായിയുടെ മൊഴി. 2019-20 കാലഘട്ടത്തിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഇതിന് ഒരു ദേവസ്വം ഉന്നതൻ കൂട്ടുനിന്നെന്നും മൊഴിയിലുണ്ട്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഡി മണിക്ക് നിലവിൽ പങ്കില്ലെന്ന് കോടതിയെ അറിയിച്ചെങ്കിലും ഇയാളുടെ യാത്രാരേഖകളും ബാങ്ക് ഇടപാടുകളും SIT വിശദമായി പരിശോധിച്ചു വരികയാണ്. കേസിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പ്രവാസി വ്യവസായിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും ചോദ്യം ചെയ്യും. 3 പ്രതികളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം രമേശ് ചെന്നിത്തലയുടെ ഇടപെടലോടെ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുരാവസ്തു കച്ചവടക്കാരനാണ് ഡി മണിയെന്നും ഇയാൾക്ക് കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നുമാണ് SITക്ക് ലഭിച്ച വിവരം. ഇത് ഇനിയും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. ശബരിമലയിൽ മാത്രമല്ല, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ നിധി കൊള്ളയടിക്കാനും ഈ അന്താരാഷ്ട്ര സംഘം ലക്ഷ്യമിട്ടിരുന്നതായി രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വ്യവസായി ആരോപിച്ചിരുന്നു. N വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് പുരാവസ്തുക്കൾ ലേലം ചെയ്യാൻ നടന്ന നീക്കം താൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഇടപെട്ട് തടഞ്ഞതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധനായ വിഗ്രഹക്കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ ശൃംഖലയ്ക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. ഡി മണി എന്ന പേരിനെക്കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ലിസ്റ്റിൽ നേരത്തെ ഈ പേര് ഇല്ലാതിരുന്നതിനാൽ ഇയാൾ മറ്റൊരു പേരിലാണോ ഇടപാടുകൾ നടത്തിയിരുന്നത് എന്ന് പരിശോധിക്കുന്നുണ്ട്. കേസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത്രയും കാലം 3 പ്രതികളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണമാണ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലോടെ പുതിയ തലത്തിലേക്ക് മാറിയത്.